അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാനത് വായിക്കാം. പ്രോസിക്യൂഷൻ വാണ്ട്സ് ടു അഡ്മിറ്റ് എ റിപ്പോർട്ട് issued by Assistant Director of the State Forensic Science Laboratory in evidence without examining its author. The accused objects it. The report. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രോസിക്യൂഷന് റിപ്പോർട്ട് അഡ്മിറ്റ് ചെയ്യണം. ആരുടെ റിപ്പോർട്ട്? അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ്, സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. അപ്പോൾ ലാബിലോട്ട് ഈ സയൻറ്റിഫിക് ഫോറൻസിക് സയൻസ് പർപ്പസിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അയച്ചു കൊടുത്ത മാറ്റർ, അതിൻ്റെ റിപ്പോർട്ട് തിരിച്ച് കോടതിയിലോട്ട് വരികയും അതിൻ്റെ ഓതർ എക്സാമിൻ ചെയ്യാതെ കോടതിയിൽ ഈ റിപ്പോർട്ട് അഡ്മിറ്റ് ചെയ്യണം. അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് പ്രതി അതിനെ ഒബ്ജക്റ്റ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 293 CRPCക്കകത്താണ് റിപ്പോർട്ട്സ് ഓഫ് സെർട്ടൈൻ ഗവൺമെൻറ് സയൻറ്റിഫിക് എക്സ്പെർട്സ്. Any document purporting to be a report under the hands of the government scientific expert to whom this section applies upon any matter or thing duly submitted to him for examination or analysis and report in certain course of any proceedings under this code may be used as evidence in any inquiry, trial or other proceedings under this code. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന് ശേഷം ഞാൻ പറയാം. അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ അവർ എക്സാമിൻ ചെയ്യാതെ തന്നെ കോടതിയിൽ എവിഡൻസായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. രണ്ടാമത്തത്, ദ കോർട്ട് മേ ഇഫ് ഇറ്റ് തിങ്സ് ഫിറ്റ് സമൺ ആൻഡ് എക്സാമിൻ സച്ച് എക്സ്പെർട്ട് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഹിസ് റിപ്പോർട്ട്. കോടതിക്ക് ആവശ്യമെന്ന് കണ്ടാൽ അവരെ വിളിച്ച് വരുത്തി എക്സാമിനേഷൻ നടത്താൻ പറ്റും. അടുത്ത മൂന്നാമത്തെ, വെയർ എനി സച്ച് എക്സ്പെർട്ട് ഈസ് സമൺഡ് ബൈ എ കോർട്ട് ആൻഡ് ഹീ ഈസ് അണേബിൾ ടു അറ്റൻഡ് പേഴ്സണലി ഹി മേ അൺലെസ് ദ കോർട്ട് ഹാസ് എക്സ്പ്രസ്ലി ഡയറക്റ്റഡ് ഹിം ടു അപ്പിയർ പേഴ്സണലി ഡെപ്യൂട്ട് എനി റെസ്പോൺസിബിൾ ഓഫീസർ വർക്കിംഗ് വിത്ത് ഹിം ടു അറ്റൻഡ് ദ കോർട്ട് ഇഫ് സച്ച് ഓഫീസർ ഈസ് കൺവേഴ്സൻറ്റ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് ആൻഡ് ക്യാൻ സാറ്റിസ്ഫാക്ടറിലി ഡിപ്പോസ് ഇൻ കോർട്ട് ഓൺ ഹിസ് ബിഹാഫ്. അപ്പോൾ അദ്ദേഹത്തിന് സമൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ ഫാക്റ്റുമായിട്ട് അറിവുള്ള മറ്റൊരാളെ അദ്ദേഹത്തിന് പകരമായിട്ട് പറഞ്ഞയക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തെ പേഴ്സണലി വരണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം വന്നേ പറ്റൂ. അദ്ദേഹം തന്നെ വരണം, മറ്റൊരാൾക്കും വരാൻ പറ്റത്തില്ല. ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ദ ഫോളോയിങ് ഗവൺമെൻറ് സയൻറ്റിഫിക് എക്സ്പെർട്സ്. ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത്. ഒന്ന്, എ, എനി കെമിക്കൽ എക്സാമിനർ ഓർ അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനർ ടു ഗവൺമെൻറ്. 2, ദ ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ്. 3, ദ ഡയറക്ടർ ഓഫ് ദ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ. 4, ദ ഡയറക്ടർ ഓഫ് ഹാഫ്കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെ. അടുത്തത്, ദ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് എ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഓർ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്തത്, ദ സെറോളജിസ്റ്റ് ടു ദ ഗവൺമെൻറ്. അടുത്തത്, എനി അതർ ഗവൺമെൻറ് സയൻറ്റിഫിക് എക്സ്പെർട്ട് സ്പെസിഫൈഡ് ബൈ നോട്ടിഫിക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇത്രയും കാര്യം, അതായത് A to F വരെയും പിന്നെ Gയിൽ ഏതെങ്കിലും നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട്, ഈ പർപ്പസിന് വേണ്ടിയിട്ട്, ഈ സെക്ഷൻ്റെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും എക്സ്ക്ലൂഡഡ് ആണ്. അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ട് അവരെ എക്സാമിൻ ചെയ്യാതെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ക്ലോസ് 1 പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എന്താണ്? എ, can be admitted in evidence without examining its author as a witness in court. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ വാസ് ട്രൈഡ് ആൻഡ് കൺവിക്റ്റഡ് ഫോർ ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 279 ആൻഡ് 338 IPC. Later the injured dies as a result of the injuries sustained in the incident. Can the accused be tried for offence punishable under section 304A IPC? ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ മെയിനായിട്ടും അലീച്ച് ചെയ്തിരിക്കുന്നത് അത് ഡബിൾ ജിയോപാർഡി ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് ഒരു കേസിനകത്ത് ഒരിക്കൽ കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വീണ്ടും ആ കേസിൽ ട്രൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 22 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും അതുപോലെ 300 CRPCക്കകത്തും പറഞ്ഞിട്ടുണ്ട്. ഈ 304A IPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് കോസ്ഡ് ബൈ റാഷ് ഓർ നെഗ്ലിജൻസ്, അലക്ഷ്യം അശ്രദ്ധവുമായിട്ട്
നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് ഒരാൾ മരണപ്പെട്ടു പോയാൽ അത് 2 വർഷം വരെ തടവ് കിട്ടുന്ന ഒഫൻസാണ്. അതൊരു ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വാഹന അപകടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ അകത്ത് 279 330 ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാൾക്ക് ഇഞ്ചുറി ആയി, അയാൾ കിടക്കെ, അയാൾ കൈയൊക്കെ ഒടിഞ്ഞ് കിടക്കെ, ഒരു പോലീസ് ഈ 279 338 എടുത്തു, കേസെടുത്തു. അതിനുശേഷം അതിൽ അക്യൂസ്ഡ് കൺവിക്റ്റ് ചെയ്തു. അയാളെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഫൈൻ അടിച്ചതായിരിക്കാം, ഒരു ഫൈൻഡ് ഒഫൻസാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം ഈ വിക്റ്റിമായ ആൾ മരണപ്പെട്ടു പോയി. അതുവരെ അയാൾ മരിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ പിന്നീടാണ് മരിച്ചു പോയത്. അത് ഈ ഇഞ്ചുറിയുടെ ഫലമായിട്ടാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് രണ്ടാമത് പോലീസ് കേസെടുക്കും. അത് പോലീസിന് പല രീതിയിൽ കേസെടുക്കാൻ പറ്റും. ഒന്നുകിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ 173(8) പ്രകാരം പോലീസിന് കേസെടുക്കാം. കേസെടുത്ത് 304A ആഡ് ചെയ്യാം, അങ്ങനെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ റീ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി ബന്ധപ്പെട്ട എൻ്റെ റെക്കോർഡ്സൊക്കെ വെരിഫൈ ചെയ്ത ശേഷം അവർക്ക് തന്നെ, അത് ഗവൺമെൻറ് സൈഡിൽ കൂടെ ഹൈക്കോടതി പോയിട്ട് ഈ വിക്ടിമിൻ്റെ ലീഗൽ ഹയേഴ്സിന് ഹൈക്കോടതി പോയിട്ട് ഓർഡർ വാങ്ങിക്കാം. ഈ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് അന്വേഷണമാണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പല രീതിയിൽ സാധിക്കും. ഇപ്പം ഒരു കേസിനകത്ത് 173(8) ഇട്ടാണ് എടുത്തിരിക്കുന്നത്. പോലീസ് ഒരു ക്രൈമായിരുന്നു, ആ ക്രൈമിലാണ് പിഴയടിച്ചത്, ഫൈൻ അടിച്ചു പോയത്. അതിനുശേഷം പോലീസ് 173 ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് 304 ആഡ് ചെയ്തു. അത് CC ആയിട്ട് ഫയലിൽ വന്നു, ആ കേസ് നടത്തി. അപ്പോൾ അതിന് ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് അക്യൂസ്ഡ് കോടതിയിൽ പോയി. ഡബിൾ ജിബേർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൺവിക്റ്റ് ചെയ്താൽ പിന്നെ കൺവിക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോയി. കേസ് തള്ളിയിട്ട് അത് 304 വെച്ച് ട്രൈ ചെയ്യാമെന്ന് കോടതി ഓർഡർ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആൻസർ ഏതായിരിക്കും? ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ട്രൈഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എമൗണ്ട് ടു ഡബിൾ ജിയോപാർട്ടി. അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. ഇതൊരു ഡബിൾ ജിയോപാർട്ടി എന്ന് പറയുന്ന ഒരു മീനിങ്ങിനുള്ളിൽ ഈ ഒരു കാര്യം വരത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ B ആണ്. അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ കേസ് ഇൻവോൾവിംഗ് ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 302 IPC ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു ടെൻഡർ പാർഡൻ ടു ആൻ അക്യൂസ്ഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന സെഷൻസ് ജഡ്ജ്, 2 സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, 3 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, 4 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇതിൻ്റെ അകത്ത് ഒരു പാർഡൻ, അതായത് ഒരു പ്രതിയെ മാപ്പ് സാക്ഷിയാക്കുന്നത്, അത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുമെങ്കിൽ, അതായത് കൃത്യമായ ഒരു കേസ്, ആ കേസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ പ്രസൻസ്, അതായത് അയാൾ വിറ്റ്നസ്സായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞാൽ മാത്രമേ ആ കേസ് പ്രൂവ് ചെയ്യാൻ സാധിക്കൂ എന്ന് വന്നു കഴിഞ്ഞാൽ, ആ കേസിന് കൃത്യമായ സാക്ഷികളോ തെളിവുകളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർഡൻ കൊടുക്കാൻ സാധിക്കും. ടെൻഡർ ഓഫ് പാർഡൻ എന്ന് പറയും. അത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ CRPCക്കകത്താണ്, CRPC 306 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് the evidence of any person supposed to have been directly or indirectly concerned in or privy to an offence to which this section applies, the chief judicial magistrate or a metropolitan magistrate at any stage of investigation or inquiry or into or trial of the offence, and the magistrate of the first class inquiring into or trying the offence at any stage of the inquiry or trial may tender a pardon to such a person or on condition of his making a full and true disclosure of all of the circumstances within his knowledge relative to the offence and to every other person concerned, whether as principal or abettor in the commission thereof. അതായത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ഏത് സമയത്തും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻസർ അപ്പോൾ ഏതാണ്? D ആണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ഏത് സമയത്തും, അതായത് ഇൻവെസ്റ്റിഗേഷൻ സമയത്തോ അല്ലെങ്കിൽ എൻക്വയറി സമയത്തോ അല്ലെങ്കിൽ ട്രയൽ സമയത്തോ, ഒരു മജിസ്ട്രേറ്റിൻ്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്തോ, അല്ലെങ്കിൽ അറ്റ് എനി സ്റ്റേജ് ഓഫ് എൻക്വയറി ഓർ ട്രയൽ ആ സമയത്തോ ഒക്കെ പാർഡൻ അനുവദിക്കാം.
ഇങ്ങനെ പാർഡൻ അനുവദിക്കുന്നത് ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഒഫൻഡർക്കാണ്. കാരണം ഈ എവിഡൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് അദ്ദേഹം ഒരു ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ആ കേസിൻ്റെ അകത്തൊരു ഭാഗമായിരിക്കും. അദ്ദേഹം കൊടുക്കേണ്ട മൊഴി എന്ന് പറയുന്നത് ഈ കേസിൽ പ്രിൻസിപ്പൽക്കെതിരെയോ അല്ലെങ്കിൽ അബറ്റർക്കെതിരെയോ കൊടുക്കാം. അതുപോലെ അദ്ദേഹം കൊടുക്കേണ്ടത് കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം, ട്രൂ ആയിരിക്കണം, അദ്ദേഹത്തിന് അറിയാമെന്നുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരിക്കുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർഡൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത് CJMനോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ആണ് അതിൻ്റെ അധികാരം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് D ആണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് എക്സാമിനേഷൻ ഇൻ ചീഫ് എ പ്രോസിക്യൂഷൻ വിറ്റ്നസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് ഹി ആൻഡ് നോട്ട് ദ അക്യൂസ്ഡ് ഹു കമ്മിറ്റഡ് ദ ഒഫൻസ് അണ്ടർ ട്രയൽ. വാട്ട് ഷാൾ ദെൻ ദ മജിസ്ട്രേറ്റ് ഡു? ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസിക്യൂഷൻ ഒരു വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയണം അദ്ദേഹമാണ് കുറ്റം ചെയ്തിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെന്ന് അദ്ദേഹം മൊഴി കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്നത് 319 CRPCക്കകത്താണ്, 319 CRPC. പവർ ടു പ്രൊസീഡ് അഗെയിൻസ്റ്റ് അതർ പേഴ്സൺ അപ്പിയറിംഗ് ടു ബി ഗിൽറ്റി ഓഫ് ഒഫൻസ് where in the course of any inquiry into or trial of an offence it appears from the evidence that any person not being the accused has committed any offence for which such a person could be tried together with the accused. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് കമ്മിറ്റ് ചെയ്തതെന്നാണ്, അക്യൂസ്ഡ് അല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? such a person could be tried together with the accused. The court may proceed against such a person for offence which he appears to have committed. Where such a person is not attending the court, he may arrested and summoned as the circumstances of the case may require for the purpose of aforesaid. അദ്ദേഹം കോടതിയിൽ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സമൻസ് അയക്കാനായിട്ട് ഓർഡർ ചെയ്യണം. അതെന്താണെന്ന് വേണ്ട വിധത്തിൽ മജിസ്ട്രേറ്റിന് തീരുമാനം എടുക്കാം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ, എനി പേഴ്സൺ അറ്റൻഡിങ് ദ കോർട്ട് ഓൾദോ നോട്ട് അണ്ടർ ദ അറസ്റ്റ് or upon a summons he may detained by such a court for purpose of inquiry into or trial of the offence which he appears to have committed. Where the court proceed against any person under subsection 1A, the proceedings in respect of such a person shall be commenced afresh and the witness reheard. B, subject to the provisions of clause A, the case may proceed as if such a person had been an accused person when the court took cognizance of the offence upon which the inquiry or trial was commenced. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രതിയായിട്ട് ഒരാളെ ചേർക്കുകയാണ് അതിൻ്റെ അകത്ത്, എന്നിട്ട് അക്യൂസ്ഡിൻ്റെ കൂടെ ട്രയൽ നടത്തുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ ബി കമൻസ്ഡ് ഫ്രഷ്. അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ പ്രൊസീഡിങ്സൊക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വിറ്റ്നസിനെയൊക്കെ ഓൾറെഡി വിസ്തരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ റീഹിയർ ചെയ്ത് ഒന്നേന്ന് ട്രയൽ നടത്തണം. ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ആൻസർ ഏതാണ്? പ്രൊസീഡ് വിത്ത് ദ ട്രയൽ ഓഫ് ദ അക്യൂസ്ഡ് ആൻഡ് ഡിസൈഡ് ഇറ്റ്. B ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതിൽ. ഈ 319 ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. B ഈസ് ദ ആൻസർ. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മജിസ്ട്രേറ്റ് കൺവിക്റ്റഡ് ആൻഡ് അക്യൂസ്ഡ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ലീഗലി ഇൻകറക്റ്റ്. ഒരു മജിസ്ട്രേറ്റ് ഒരു പ്രതിയെ ശിക്ഷിച്ചു. ഇതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള എന്താണെന്നാണ്. 1, സെൻറ്റൻസസ് ഹിം ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ ഫൈൻ. ഇംപ്രിസൺമെൻറ്റും പിഴയും കൊടുക്കാം. 2, സെൻറ്റൻസ് ഹിം ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ കോമ്പൻസേഷൻ. ഇംപ്രിസൺമെൻറ്റും കോമ്പൻസേഷനും ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഹിം ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ ഫൈൻ ആൻഡ് കോമ്പൻസേഷൻ. പിഴയും കോമ്പൻസേഷനും അലോ ചെയ്യാം. 4, സെൻറ്റൻസ് ഹിം ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ ഫൈൻ ആൻഡ് ടു പേ പാർട്ട് ഓഫ് ഫൈൻ ആസ് കോമ്പൻസേഷൻ. ഡി. ഇങ്ങനെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ്. നമ്മൾ ഈ ഒരു 357 അകത്താണ് ഓർഡർ ടു പേ കോമ്പൻസേഷൻ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് വെൻ എ കോർട്ട് ഇമ്പോസസ് എ സെൻറ്റൻസ് ഓഫ് ഫൈൻ ഓർ എ സെൻറ്റൻസസ് ഇൻക്ലൂഡിംഗ് എ സെൻറ്റൻസസ് ഓഫ് ഡെത്ത് of which the fine form a part, the court may, when passing judgment,
order the all or any of the fine recovered to be applied. ഈ ഫൈനൊക്കെ കോടതിക്ക് അതിനെ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കോടതിക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യുക. എന്തിനാണ്? കോമ്പൻസേഷന് വേണ്ടിയിട്ട്. പല തരത്തിലുള്ള കോമ്പൻസേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് 357 വായിച്ചു വയ്ക്കുക. എന്തൊക്കെ തരത്തിലുള്ള കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മളിത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് സെൻറ്റൻസസ് സിം ടു അണ്ടർഗോ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ടു പേ കോമ്പൻസേഷൻ. എപ്പോഴും ഫൈനാണ് കോമ്പൻസേഷൻ ആവുന്നത്. അപ്പം കോമ്പൻസേഷൻ ഡയറക്റ്റ്ലി അടിക്കാനായിട്ട് കോടതിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ബി ആണ് ഇതിൻ്റെ തെറ്റായ ആൻസർ. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കംപ്ലൈൻറ്റ് അലീജിങ് ആൻ ഒഫൻസ് എക്സ്ക്ലൂസീവ്ലി ട്രൈബൽ ബൈ എ കോർട്ട് ഓഫ് സെഷൻസ് ഈസ് ഫൈൽഡ് ബിഫോർ എ മജിസ്ട്രേറ്റ്. ആസ് ടു ദ പ്രൊസീജിയർ ഓൺ സച്ച് കംപ്ലൈൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ്. ഇതിൻ്റെ അകത്ത് ഏതാണ് തെറ്റായ ആൻസർ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ അകത്ത് ഒന്ന്, ഓർഡേഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 156(3) CRPC. അത് വിറ്റ്നസിൻ്റെ മൊഴി എടുത്തതിന് ശേഷമേ അയക്കാൻ പറ്റത്തുള്ളൂ. അത് കംപ്ലൈൻറ്റിൻ്റെ വിറ്റ്നസിൻ്റെ മൊഴികളെടുത്തതിന് ശേഷം പോലീസിന് അയക്കാം. ഒന്ന്. രണ്ട്, ഓർഡേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 202 CRPC. 3, ഡിസൈഡ്സ് ടു ഹോൾഡ് എൻക്വയറി ബൈ മജിസ്ട്രേറ്റ് ഹിംസെൽഫ്. 4, ആഫ്റ്റർ എക്സാമിനേഷൻ ഓൺ ഓത്ത് ഓഫ് ദ കംപ്ലൈനൻറ്റ് കോൾസ് അപ്പോൺ ഹിം ടു പ്രൊഡ്യൂസ് ആൾ ഹിസ് വിറ്റ്നസ്സസ്. അതൊരു കറക്റ്റായ പ്രൊസീജിയറാണ് ഡി എന്ന് പറയുന്നത്. സെഷൻസ് ഒഫൻസുകളിൽ വിറ്റ്നസിനെ എക്സാമിൻ ചെയ്തിരിക്കണം. പിന്നെ എൻക്വയറി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ റൈറ്റാണ് എൻക്വയറി. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് എൻക്വയറി നടത്താം. ഡെഫിനേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അയക്കാൻ പറ്റും 156(3) പ്രകാരം. അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 202 CRPC. അതൊക്കെ പാർട്ട് ഓഫ് എൻക്വയറിയാണ് മജിസ്ട്രേറ്റിൻ്റെ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അല്ല, എൻക്വയറിയാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ 2H പറയുന്നത് കേട്ടോ. ഇൻക്ലൂഡ്സ് ഓൾ പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് കോഡ് ഫോർ ദ കളക്ഷൻ ഓഫ് എവിഡൻസസ് കണ്ടക്റ്റഡ് ബൈ എ പോലീസ് ഓഫീസർ ഓർ ബൈ എനി പേഴ്സൺ അതർ ദാൻ എ മജിസ്ട്രേറ്റ്. അപ്പോൾ മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറ്റത്തില്ല. അതുമല്ല, ഈ ഓർഡേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 156(3) പ്രകാരം അയക്കുന്നതാണ്. 202 പറയുന്നത്. 202 പറയുന്ന പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മജിസ്ട്രേറ്റിൻ്റെ റൈറ്റാണ്. അതൊക്കെ എൻക്വയറിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തെറ്റായ ആൻസർ ബി ആണ്. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 302 IPC ഹാസ് ബീൻ ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു കൊലക്കേസിലെ പ്രതി അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുള്ള കറക്റ്റായിട്ടുള്ള കാര്യം എ എന്ന് പറയുന്നത്, ദ മജിസ്ട്രേറ്റ് ഹാസ് ഡിസ്ക്രിഷൻ ടു ഗ്രാൻഡ് ബെയിൽ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ജുഡീഷ്യൽ കസ്റ്റഡി. മജിസ്ട്രേറ്റിന് ഡിസ്ക്രിഷനിൽ ബെയിൽ എപ്പോൾ വേണോ ഗ്രാൻഡ് ചെയ്യാം. 2, ദ മജിസ്ട്രേറ്റ് ഷാൾ ഗ്രാൻഡ് ബെയിൽ ഇഫ് ദ ഫൈനൽ റിപ്പോർട്ട് ഈസ് നോട്ട് ഫൈൽഡ് വിത്തിൻ 90 days ഓഫ് ദ ജുഡീഷ്യൽ കസ്റ്റഡി. സി എന്ന് പറയുന്നത്, ദ മജിസ്ട്രേറ്റ് ഷാൾ ഗ്രാൻഡ് ഇഫ് ദ bail if the final report is not filed within 60 days of judicial custody. ഡി പറയുന്നത്, ദ ഹൈക്കോർട്ട് എലോൺ ഹാസ് jurisdiction to grant bail to the accused. ഹൈക്കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇതിൻ്റെ അകത്ത് മജിസ്ട്രേറ്റിനും ബെയിൽ ഗ്രാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിഷൻ അല്ല. മജിസ്ട്രേറ്റ് പ്രോസിക്യൂട്ടറെയും കൂടെ കേട്ട ശേഷം മാത്രമേ ഒരു മർഡർ കേസുകളിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഈ 437 പറയുന്നുണ്ട്. വെൻ ബെയിൽ മേ ബി ടേക്കൺ ഇൻ കേസ് ഓഫ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതിനകത്ത് ഒരു പ്രൊവൈഡഡ് ദാറ്റ് നോ പേഴ്സൺ ഷാൾ ഇഫ് ദ ഒഫൻസ് അലീജ്ഡ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് by him is punishable with death, imprisonment for life or imprisonment for 7 years or more, be released on bail by the court under subsection without giving an opportunity of hearing to the public prosecutor. പബ്ലിക് പ്രോസിക്യൂട്ടറെയും കൂടെ കേട്ട ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഗ്രാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ഡിസ്ക്രിഷനറി ചെയ്യാൻ പറ്റത്തില്ല മജിസ്ട്രേറ്റിന്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് നമുക്കതങ്ങ് വിട്ടേക്കാം. പിന്നെയുള്ള ബി ആണ്. അത് 167 CRPCക്കകത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 hours. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 90 days where the investigation related to the
ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ദ ടൈം നോട്ട് ലെസ് ദാൻ 10 years. ബട്ട് 10 വർഷത്തിന് പുറത്തുള്ള ഒഫൻസുകളാണ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 90 ദിവസത്തിനകം ചാർജ് കൊടുക്കണം. അല്ലാത്തത് ബാക്കി എല്ലാ ഒഫൻസുകളിലും, അതായത് 10 വർഷത്തിന് താഴെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 60 ദിവസത്തിനകം. ഇത്രയാണ് ചാർജ് കൊടുക്കേണ്ട സമയം. അപ്പോൾ ഇത് മർഡർ എന്ന് പറയുന്നത് 302 എന്ന് പറയുന്നത് അതിനകത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഡെത്ത് സെൻറ്റൻസ് വരെ കിട്ടുന്ന ഒഫൻസ് ആയതുകൊണ്ട് അത് 10 വർഷത്തിന് പുറത്ത് പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒഫൻസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് 90 ദിവസത്തിനകം ചാർജ് കൊടുക്കണം. അപ്പോൾ 90 ദിവസത്തിനകം ചാർജ് കൊടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് ബെയിൽ ഗ്രാൻറ്റ് ചെയ്യാം. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ എ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ ഓൺ എ പോലീസ് റിപ്പോർട്ട്, ചാർജ് ഈസ് നോട്ട് ഫ്രെയിംഡ്. On a date of its hearing, the complainant is absent. The magistrate may then discharge the accused if 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ the offence is lawfully compoundable or non-cognizable. B. The offence is bailable. C. The offence is lawfully compoundable and non-cognizable. D. The offence is bailable and lawfully compoundable. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇതിനകത്ത് ആൻസർ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 249 CRPCക്കകത്താണ്, ആബ്സെൻസ് ഓഫ് കംപ്ലൈനൻറ്റ്. ഞാൻ വായിക്കാം. വെൻ ദ പ്രൊസീഡിങ്സ് ഹാവ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അപ്പോൺ കംപ്ലൈൻറ്റ് ആൻഡ് ഓൺ എനി ഡേ ഫിക്സ്ഡ് ഫോർ ദ ഹിയറിംഗ് ഓഫ് ദ കേസ്, ദ കംപ്ലൈനൻറ്റ് ഈസ് ആബ്സെൻറ്റ് and the offence may be lawfully compounded or is not a cognizable offence. The magistrate may, in his discretion, notwithstanding anything herein before contained, at any time before the charge has been framed, discharge the accused. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ലോഫുള്ളി കോമ്പൗണ്ടഡ് ആണ്, കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസാണ്. അതുപോലെ തന്നെ ഈസ് നോട്ട് എ കോഗ്നിസിബിൾ ഒഫൻസ്, അതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ. അപ്പോൾ ഓറാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്ന എ ആണ്. ദ ഒഫൻസ് ഈസ് ലോഫുള്ളി കോമ്പൗണ്ടബിൾ ഓർ നോൺ കോഗ്നിസിബിൾ. ഇപ്പോൾ ഈ 155 CRPCക്കകത്ത് നോൺ കോഗ്നിസിബിളിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഒഫൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ കോമ്പൗണ്ടിങ് ഒഫൻസ് എല്ലാം 320 CRPCക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാമെന്ന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് IPC ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ IPC ഒഫൻസുകൾ ഏതൊക്കെ കോമ്പൗണ്ട് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഷെഡ്യൂൾഡ് IPC ഷെഡ്യൂൾഡിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കോമ്പൗണ്ടബിൾ ഏതാണ്, നോൺ കോഗ്നിസിബിൾ ഏതാണെന്നുള്ള. അപ്പോൾ ഒരു കോഗ്നിസിബിൾ പോലീസ് ഓഫീസർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യാൻ ആയിട്ട് പറ്റത്തില്ല, അത് കോടതിക്കകത്ത് സാധാരണ മൊഴിമാറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണ് കൊടുത്തതെങ്കിൽ മജിസ്ട്രേറ്റിന് അത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് എ ആണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒഫൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒഫൻസ് ഇവൻ കോഗ്നിസിബിൾ ആണെങ്കിലും നോൺ കോഗ്നിസിബിൾ ആണെങ്കിലും ഒഫൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഏതൊക്കെ ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാമെന്ന് 320 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾഡ് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാനുള്ളത്, ഏതാണ് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഇതിൻ്റെ അകത്ത് ആൻസർ എ ആണ്. ദ ഒഫൻസ് ഈസ് ലോഫുള്ളി കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോഗ്നിസിബിൾ ഓർ നോൺ കോഗ്നിസിബിൾ. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ദ ഒഫൻസ് ഈസ് ABCD. 4 ഓപ്ഷൻ ഉണ്ട്, അത് വായിച്ചു നോക്കുക. ഞാനത് CRPC 468 ആണ് വായിക്കുന്നത്. ബാർ ടു ടേക്കിംഗ് കോഗ്നിസൻസ് ആഫ്റ്റർ ലാപ്സ് ഫോർ ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഒഫൻസുകൾ അതിൻ്റെ ഒരു കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒഫൻസുകൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. എക്സെപ്റ്റ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് എൽസ്വെയർ ഇൻ ദിസ് കോഡ്, നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ഓഫ് ദ കാറ്റഗറി സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 2 ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. The period of limitation shall be A. 6 months if the offence is punishable with fine only. നമ്മൾ ആദ്യത്തെ A ഓപ്ഷനാണ്. അടുത്തത് B. 1 year if the offence is punishable with imprisonment for a time not exceeding 1 year. അത് നമ്മളെ B ആണ്. അത് കഴിഞ്ഞാൽ C എന്ന് പറയുന്നത് 3 years if the offence is punishable with imprisonment for a time exceeding 1 year
ബട്ട് നോട്ട് എക്സീഡിങ് 3 years. ഇത് നമ്മൾ ഡി ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 2 years ഇഫ് ദ ഒഫൻസ് ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം എക്സീഡിങ് 1 year ബട്ട് നോട്ട് എക്സീഡിങ് 2 years. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഫൈൻ ഓൺലി ആയിട്ടുള്ള ഒഫൻസുകളിൽ 6 മാസത്തിനകം കോഗ്നിസൻസ് എടുക്കണം, ചാർജ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ 1 year ആണെന്നുണ്ടെങ്കിൽ 1 year ഉള്ള 1 year കൂടുതൽ കൂടാത്ത പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒഫൻസുകളെല്ലാം 1 year മുമ്പ് തന്നെ തീർത്തിരിക്കണം, ചാർജ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അതുപോലെ 3 വർഷം വരെയുള്ള തടവ് കിട്ടുന്ന ഒഫൻസുകളാണെങ്കിൽ, അതായത് 3 year വരെയോ 1 year കൂടുതലും, 1 വർഷത്തിൽ കൂടുതലും 3 വർഷത്തിന് അകത്തുള്ള. അപ്പോൾ 3 വർഷത്തിന് പുറത്തുള്ളതൊന്നും ഇതിൽ കവർ ചെയ്യത്തില്ല. അപ്പോൾ 3 വർഷത്തിനകത്തുമുള്ള ഒഫൻസുകളൊക്കെ 3 വർഷത്തിനകം ചാർജ് കൊടുത്തിരിക്കണം. ഇപ്പോൾ 3 വർഷത്തിനകം പണിഷ്മെൻ്റ് ഉള്ള ഒരു ഒഫൻസ്, ഇപ്പോൾ ഒരു തെഫ്റ്റാണ് എന്ന് വെച്ചാൽ അത് 3 വർഷത്തിനകം ചാർജ് കൊടുത്തിരിക്കണം. ഇപ്പോൾ ഒരു 304 അത് 2 വർഷം വരെയാണ് അതിൻ്റെ ഇംപ്രിസൺമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്, അത് 3 വർഷത്തിനകം കൊടുത്തിരിക്കണം. പിന്നെ 1 വർഷത്തിന് താഴെയുള്ള ഒഫൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒഫൻസുകളാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനകം കൊടുത്തിരിക്കണം. ഫൈൻ മാത്രമുള്ള ഒഫൻസുകളാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം കൊടുത്തിരിക്കണം. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യനാണ്. കംപ്ലൈനൻ്റ് ഈസ് എ മിനിസ്റ്റർ ഇൻ ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്. ഒഫൻസ് അലീജ്ഡ് ഈസ് അണ്ടർ സെക്ഷൻ 500 IPC. സെഷൻസ് കോർട്ട് ഈസ് ട്രൈയിങ് ദ ഒഫൻസ്. ദ കോർട്ട് ഷാൾ ഫോളോ ദ പ്രൊസീജിയർ ഫോർ. 4 പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 237 സെക്ഷൻ 237 CRPCക്കകത്താണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പ്രൊസീജിയർ ഇൻ കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 199(2). എ കോർട്ട് ഓഫ് സെഷൻസ് ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ സബ്സെക്ഷൻ 2 of section 199 shall try the case in accordance with the procedure for the trial of warrant cases instituted otherwise than on a police report before a court of magistrate. ഇപ്പോൾ ട്രയൽ ഓഫ് വാറണ്ട് കേസസ് പോലെ വേണം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ട്രയൽ ഓഫ് വാറണ്ട് കേസസ്. പിന്നെ ഇതിൻ്റെ ഡിഫമേഷന് എത്ര പണിഷ്മെൻറ്റും ഏത് കോടതി ട്രയൽ നടത്തുന്നതൊക്കെ CRPCയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ സാധിക്കും. ഇതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യനാണ്. A and B together decided to kill X. In pursuance thereof B along with C committed murder of X. On the above facts which among the following statements is correct? ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് കോമൺ ഇൻറ്റൻഷനാണ് 34, കോമൺ ഒബ്ജക്റ്റ് 149, പിന്നെ ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരെണ്ണത്തിൽ പറഞ്ഞിട്ടുള്ള 120B ക്രിമിനൽ കോൺസ്പിറസി. ഇതത് പറഞ്ഞ് എയും ബിയും കൂടെ ചേർന്നിട്ട് എക്സിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു. അവർ ഡിസൈഡ് ചെയ്തു. പക്ഷേ ബിയും സിയും കൂടെ ചേർന്ന് എക്സിനെ കൊന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫാക്റ്റിനകത്ത് ഇതിൻ്റെ അകത്ത് ഈ 4 കാര്യത്തിൽ ഏതാണ് കറക്റ്റ്? അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് നോക്കുന്നത് 120B ആണ്, ക്രിമിനൽ കോൺസ്പിറസിയാണ്. അത് 120Aക്കകത്താണ് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. 120B എന്ന് പറഞ്ഞാൽ ഹൂവർ ഈസ് എ പാർട്ടി ടു എ ക്രിമിനൽ കോൺസ്പിറസി ടു കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം ഓഫ് 2 years or upwards shall where no express provision is made in this code for punishment of such a conspiracy be punished in the same manner as if he had abetted such offense. പിന്നെ അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കോൺസ്പിറസിയിൽ പാർട്ടി ആയാൽ, അതായത് ഒരു ഒഫൻസ് ഓഫ് ഡെത്ത്, ഒരു മരണശിക്ഷ കിട്ടുന്ന ഒഫൻസോ അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടുന്ന ഒഫൻസോ അല്ലെങ്കിൽ 2 വർഷത്തിന് പുറത്ത് ശിക്ഷ കിട്ടുന്ന ഒരു ഒഫൻസോ, അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അതിന് ഒരു എക്സ്പ്രസ് പ്രൊവിഷൻ ഈ കോഡിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കോൺസ്പിറസിക്ക് അദ്ദേഹം എത്രമാത്രം ആ ഒഫൻസിലേക്ക് അബെറ്റ് ചെയ്തിട്ടുണ്ടോ അത്ര ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കും. ഈ 120B പ്രകാരം കൊടുക്കും എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അബെറ്റ്മെൻറ്റാണ്. എയും ബിയും കൂടെ ചേർന്ന എ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അബെറ്ററാണ് എക്സിനെ കൊല്ലാനായിട്ട്. പക്ഷേ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ബി ആണ്, ബിയും സിയും കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എ എന്ന് പറയുന്നതും ഈ കേസിനകത്ത് ലൈബിളാണ്,
അണ്ടർ സെക്ഷൻ 120B പ്രകാരം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എ ഈസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് ഓഫ് കോൺസ്പിറസി പണിഷബിൾ അണ്ടർ സെക്ഷൻ 120B ഓഫ് IPC. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് അണ്ടർ ദി ഇന്ത്യൻ പീനൽ കോഡ്, ഐഡൻറ്റിഫൈ. ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടില്ലാത്ത പണിഷ്മെൻ്റാണ്. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ടു പേ കോമ്പൻസേഷൻ, ടു പേ ഫൈൻ. നമ്മൾ നേരത്തെ നോക്കിയതാണ് 357. അതായത് പാർട്ട് ഓഫ് ഫൈനാണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോമ്പൻസേഷൻ മാത്രമായിട്ട് അലോ ചെയ്യത്തില്ല. ഇപ്പോൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് പറഞ്ഞിട്ടുണ്ട്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, പേ ഫൈനും പറഞ്ഞിട്ടുണ്ട്, പേ കോമ്പൻസേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സി എന്ന് പറയുന്നത് ടു പേ കോമ്പൻസേഷൻ, ഇതാണ് പറഞ്ഞിട്ടില്ലാത്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. പണിഷ്മെൻ്റ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഫൈൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി ആണ് ആൻസർ. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് ക്ലെയിംസ് ബെനിഫിറ്റ് ഓഫ് സെക്ഷൻ 84 IPC ഓഫ് ദ ഫോളോയിങ്, വാട്ട് ഷാൾ നോട്ട് ബി എ കൺസിഡറേഷൻ ഫോർ ഡിസൈഡിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 84 IPC ഒന്ന് വായിക്കാം. ഇതിൻ്റെ അകത്ത് ഏതാണ് ഇല്ലാത്തതെന്ന് നോക്കണം, എന്താണ് പറഞ്ഞിട്ടില്ലാത്ത. 1, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. Nothing is an offence which is done by a person who at the time of doing it by reason of unsoundness of mind is incapable of knowing the nature of the act or that he is doing what is either wrong or contrary to law. ഇത് ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? 1, the person was എ എന്ന് പറയുന്നത് the person was of unsound mind at the time of doing the act, അത് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് by reason of unsound mind he was incapable of knowing the nature of the act he was doing, അതും പറഞ്ഞിട്ടുണ്ട്. 3 എന്ന് പറയുന്ന by reason of unsoundness of mind he was incapable of knowing the act he was doing is either wrong or contrary to law, അതും പറഞ്ഞിട്ടുണ്ട്. D, the person is of unsound mind at the time of trial, അത് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് റോങ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ എൻ്റെ ആൻസർ ഡി ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്ന. എ അബറ്റ്സ് ബി ടു കിൽ എക്സ്. ഇൻ കോൺസിക്വൻസ് ദെയർ ഓഫ് ബി സ്റ്റാബ്സ് എക്സ്. എക്സ് റിക്കവേഴ്സ് ഫ്രം ദ വൂണ്ട്. ഇഫ് ബി ഈസ് ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, ടു വാട്ട് ഒഫൻസ് ഈസ് എ ലൈബിൾ. അതായത് എയും ബിയും കൂടെ ചേർന്ന് എക്സിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ബി എക്സിനെ പോയി അടിച്ചു. എക്സിൻ്റെ തല പൊട്ടിയെന്ന് വെച്ചോ. എക്സ് ആ വൂണ്ടിൽ നിന്ന് റിക്കവർ ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, കൊലപാതക ശ്രമം. അങ്ങനെയാണെങ്കിൽ എ എന്താണ് ചെയ്തത്? എ എന്ന് പറയുന്നത് എന്താണ്? അബറ്ററാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ചാപ്റ്റർ 5 അബറ്റ്മെൻറ്റിനകത്താണ്, IPCക്കകത്ത്. അതിൻ്റെ അകത്ത് 107ൻ്റെ അകത്താണ് അബറ്റ്മെൻറ്റ് ഓഫ് തിങ്ങിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കേണ്ട അബറ്റർ ആരാണെന്നാണ് 108ൻ്റെ അത് ഞാൻ വായിക്കാം. അബറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ അബറ്റ്സ് ആൻ ഒഫൻസ് ഹു അബറ്റ്സ് എയ്തർ ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് ഓർ ദ കമ്മീഷൻ ഓഫ് ആൻ ആക്ട്സ് വിച്ച് വുഡ് ബി ആൻ ഒഫൻസ് if committed by a person capable by law of committing an offence with the same intention or knowledge as that of abettor. അതായത് ഒരാൾ അബറ്റ് ചെയ്യാണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഫലമായിട്ട് അയാൾ പോയി ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന അബറ്റർ ലൈബിളാവും, ആ കുറ്റം ചെയ്ത ആളിനെ പോലെ തന്നെ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ എക്സ്പ്ലനേഷനുണ്ട്. ദ അബറ്റ്മെൻറ്റ് ഓഫ് ഇല്ലീഗൽ ഒമിഷൻ ഓഫ് ആൻ ആക്ട് may amount to an offence although the abettor may not himself be bound to do that act. ഒരു ഇല്ലീഗലായിട്ടുള്ള ഒമിഷൻ ഉണ്ടായാലും അതൊരു അബറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അത് ചെയ്തില്ല എന്നാൽ പോലും അത് ഒരു അബറ്റ്മെൻറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് of abatement, it is not necessary that the act abetted should be committed or that the effect requisite to constitute the offense should be caused. നമ്മൾ അബറ്റ് ചെയ്ത ആക്ട് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അയാൾ പോയി വേറെ തലയ്ക്ക് അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞ അയാൾ കൈ അടിച്ച് പൊട്ടിച്ചു. അപ്പോഴത്തേക്ക് അത് പറയാണ്, അബറ്റർ പറയാണ്, ഞാൻ കൈ അടിച്ച് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, തല അടിച്ച് പൊട്ടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ആ പറഞ്ഞ ഒഫൻസ് തന്നെ ചെയ്യണമെന്നില്ല. ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ലുസ്ട്രേഷനുണ്ട്. അതിൻ്റെ അകത്ത്
ഒരു ഇല്ലസ്ട്രേഷൻ എ ഇൻസ്റ്റിഗേറ്റ് ബി ടു മർഡർ ഡി. ബി ഇൻ പെർസൻസ് ഓഫ് ദ ഇൻസ്റ്റിഗേഷൻ സ്റ്റാബ്സ് ഡി. ഡി റിക്കവേഴ്സ് ഫ്രം ദ വൂണ്ട്. എ ഗിൽറ്റി ഓഫ് ഇൻസ്റ്റിഗേറ്റിംഗ് ബി ടു കമ്മിറ്റ് മർഡർ. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റിഗേറ്റിംഗ് ടു ബി ടു കമ്മിറ്റ് മർഡർ ഓഫ് എക്സ് ആണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് മർഡർ ആണ് ആൻസർ. ബി ഈസ് ദ ആൻസർ. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 294 IPC വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇഫ് എ പേഴ്സൺ അട്ടേഴ്സ് ഒബ്സീൻ വേർഡ്സ്. ഇതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ ഈ 294 ഒന്ന് വായിക്കാം. ഒബ്സീൻ ആക്ട്സ് ആൻഡ് സോങ്സ് ഹൂഎവർ ടു ദ അന്നോയൻസ് ഓഫ് അതേഴ്സ്. എ ഡസ് എനി ഒബ്സീൻ ആക്ട് ഇൻ എനി പബ്ലിക് പ്ലേസ്. ഓർ ബി സിങ്സ് recites or utters any obscene songs, ballad or words in or near any public place shall be punished with imprisonment for either description for a time which may extend to 3 months or with a fine or with both. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ അകത്ത് അനോയൻസ് ഓഫ് അതേഴ്സ് ഉണ്ട്, പബ്ലിക് പ്ലേസും ഉണ്ട്. പിന്നെ അത് പറഞ്ഞു ഇൻ എ പബ്ലിക് പ്ലേസ് ആൻഡ് ടു ദ അനോയൻസ് ഓഫ് അതേഴ്സ്. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കാരണം രണ്ടും സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ അത് സി ആണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ആൻസർ. അത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. 294 IPC അത് എയും ബിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 65 സി ഈസ് ദ ആൻസർ. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ട്രയൽ it is proved that the accused voluntarily inflicted the victim an injury using a knife. No evidence is adduced to prove that the weapon used is a dangerous weapon. For what offence can the accused be convicted? 4 ഓപ്ഷൻ. എ സെക്ഷൻ 323 IPC, ബി സെക്ഷൻ 324 IPC, സി സെക്ഷൻ 325 IPC, ഡി സെക്ഷൻ 326 IPC. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പം ഇതിൻ്റെ അകത്തൊരു നൈഫ് എന്ന് പറയുന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് 323 അല്ല, 325 അല്ല. അപ്പം അത് രണ്ടും അങ്ങ് വിട്ടേക്കാം. പിന്നെ ഉള്ള 324ഉം 326ഉം ആണ്. ഈ 326 വരണമെങ്കിൽ ഗ്രീവിയസ് ആയിട്ടായിരിക്കണം. ഇവിടെ ഗ്രീവിയസ് ആട്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഇഞ്ചുറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് 324 തന്നെയാണ്. അപ്പോൾ 324-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. voluntarily causing hurt by dangerous weapons or means. Whoever, except in the case provided for by section 334, voluntarily causes hurt by means of any instrument for shooting, stabbing or cutting, or any instrument which used as a weapon of offence. Any instrument used as a weapon of offence. അപ്പോൾ വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ഇൻസ്ട്രുമെൻറ്റും. ഇപ്പോൾ ഇവിടെ നൈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നൈഫ് എന്ന് പറയുന്ന വെപ്പണി വരത്തില്ലേ? വരും. അടുത്തത് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ബൈ മീൻസ് ഓഫ് ഫയർ ഓർ എനി ഹീറ്റഡ് സബ്സ്റ്റൻസ് ഓർ ബൈ മീൻസ് ഓഫ് എനി പോയിസൺ ഓർ എനി കൊറോസീവ് സബ്സ്റ്റൻസ് ഓർ ബൈ മീൻസ് ഓഫ് എനി എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഓർ ബൈ മീൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് വിച്ച് ഇറ്റ് ഈസ് deleterious to the human body to inhale, to swallow or to receive into the blood or by means of any animal shall be punished with imprisonment of either description for a time which may extend to 3 years or with fine or with both. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആസ് എ വെപ്പൺ ഓഫ് ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൈഫ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇഞ്ചുറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 324 IPC ഒഫൻസാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോ എവിഡൻസ് ഈസ് അഡ്യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് ദ വെപ്പൺ യൂസ്ഡ് ഈസ് എ ഡേഞ്ചറസ് വെപ്പൺസ്. ഇത് ഡേഞ്ചറസ് വെപ്പൺ എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്ത് കാര്യം ഉപയോഗിച്ചാലും അത് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ എനി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് യൂസ്ഡ് ആസ് എ വെപ്പൺ ഓഫ് ഒഫൻസ് ആണെങ്കിൽ ഈ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 324 ആണ് ആൻസർ, ബി ആണ് ആൻസർ. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെസസറി ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഒഫൻസ് ഓഫ് റോബറി.
റോബറിയുടെ ഇൻഗ്രീഡിയൻ്റ് അല്ലാത്ത കാര്യം എന്താണ്? ഇതിനകത്ത് 4 ഓപ്ഷനുണ്ട്. ഇതിനകത്ത് റോബറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 390 IPCക്കകത്താണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ ഓൾ റോബറി ദർ ഈസ് എയ്തർ തെഫ്റ്റ് ഓർ എക്സ്റ്റോർഷൻ. എല്ലാ റോബറിയും ഒന്നെങ്കിൽ തെഫ്റ്റോ അല്ലെങ്കിൽ എക്സ്റ്റോർഷനോ ആയിരിക്കും. ഇതിനകത്ത് 3ാമത്തെ ഓപ്ഷൻ നോക്കിയേ, കമ്മീഷൻ ഓഫ് എയ്തർ തെഫ്റ്റ് ഓർ എക്സ്റ്റോർഷൻ. അപ്പോൾ അത് ശരിയാണ്. വെൻ തെഫ്റ്റ് ഈസ് റോബറി, എപ്പോഴാണ് തെഫ്റ്റ് റോബറി ആവുന്നത്? തെഫ്റ്റ് ഈസ് റോബറി ഇഫ് ഇൻ ഓർഡർ ടു ദ committing of the theft or in committing the theft or in carrying away or attempting to carry away property obtained by the theft, in carrying away the stolen property എന്നുള്ളത് ഡിയിലെ ഒരു കാര്യമായി. ഇനി അടുത്തത്, the offender for that end voluntarily causes or attempts to cause any person death or hurt or wrongful restraint. അപ്പോൾ ഇവിടെ എന്തായി? വോളണ്ടറിലി കോസ്ഡ് ഹർട്ടായി. അപ്പം ഡിയും ശരിയായി. ഓർ ഫിയർ ഇൻസ്റ്റൻറ്റ് ഡെത്ത് ഓർ ഇൻസ്റ്റൻറ്റ് ഹർട്ട് ഓർ ഓഫ് ഇൻസ്റ്റൻറ്റ് wrongful restraint. 3 ആകുമ്പോൾ തെഫ്റ്റ് ഈസ് റോബറി ആവും. അടുത്തത്, വെൻ എക്സ്റ്റോർഷൻ ഈസ് റോബറി, എക്സ്റ്റോർഷൻ ഈസ് robbery if the offender at the time of committing the extortion is in the presence of the person put in fear. അപ്പോൾ put in fear എന്ന് പറഞ്ഞ കാര്യവും ആയി, പിയും ആയി. അപ്പോൾ ബിയും സിയും ഡിയും കറക്റ്റായി. അപ്പോൾ പിന്നെ തെറ്റാതാണ്, എ ആണ്. ഞാൻ ബാക്കിയും കൂടെ വായിക്കാം. ആൻഡ് കമ്മിറ്റ്സ് ദ extortion by putting that person in fear of instant death or instant hurt or of instant wrongful restraint to that person or to some other person, and by so putting in fear induces the person so put in fear then and there to deliver up the thing extorted. ഇതാണ് റോബറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 2 or more person conjointly had committed the offence. ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര പേര് വേണം എന്ന് പറഞ്ഞിട്ടില്ല. അത് ഒരാളാണെങ്കിൽ റോബറി ആവും, ഒരാൾ ചെയ്താലും തെഫ്റ്റ് ആവും. അപ്പോൾ 2 അതിലധികം പക്ഷേ ഉണ്ട് ആവും. എപ്പോഴെന്ന് വെച്ചാൽ ഡെക്കോയിറ്റി ആവുമ്പോഴത്തേക്കാവും. 5 അതിലധികമോ പേരാണ് ചെയ്യുന്നതെങ്കിൽ അത് ഈ പറയുന്ന ഡെക്കോയിറ്റി ആവും. പക്ഷേ ഇതിന് റോബറിക്ക് അങ്ങനെ ഒരു നമ്പറില്ല. അതുകൊണ്ട് എ ആണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ആൻസർ. അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് എ പ്രോപ്പർട്ടി and he dishonestly converts that property for his own use. The offence thereby constituted is 4 offence പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റോർഷൻ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ചീറ്റിംഗ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ചെയ്തു, അതിനുശേഷം ഡിസോണസ്റ്റ്ലി അതിനെ കൺവേർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇൻട്രസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ട്രസ്റ്റ് ആയിരിക്കും. അതായത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പം നമുക്കെന്ത് ചെയ്യാം? 405 ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കാം. ഹൂഎവർ ബീയിങ് ഇൻ എനി മാനർ എൻട്രസ്റ്റഡ് വിത്ത് പ്രോപ്പർട്ടി, കൈക്കലാക്കി പ്രോപ്പർട്ടി, സൗഹൃദം നടിച്ച് കൈക്കലാക്കി. ഓർ വിത്ത് എനി ഡൊമീനിയൻ ഓവർ പ്രോപ്പർട്ടി ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ്സ് ഓർ കൺവേർട്ട് ടു ഹിസ് ഓൺ യൂസ് ദാറ്റ് പ്രോപ്പർട്ടി or dishonestly uses or disposes of that property in violation of any discretion of law prescribing the mode in which such trust is to be discharged, or of any legal contract express or implied which he has made touching the discharge of such trust, or willfully suffice any other person so to do commits criminal breach of trust. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, ബി. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത 69ാമത്, എ പേഴ്സൺ സ്നീക്സ് ഇൻ ടു എ ഹൗസ് ഫോർ സ്റ്റീലിംഗ്. ദ ഒഫൻസ് ദെയർ ബൈ ഹി കമ്മിറ്റഡ് ഈസ്. അയാൾ നുഴഞ്ഞു കയറുകയാണ് ഒരു വീട്ടിലോട്ട്. അപ്പം നുഴഞ്ഞു കയറുമ്പോഴത്തേക്ക് എല്ലാം നുഴഞ്ഞു കയറ്റം തന്നെയാണ്, എന്നാലും നുഴഞ്ഞു കയറുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഈ ലൂർക്കിംഗ്, ഹൗസ് ട്രെസ്പാസ് എന്താണെന്ന് നോക്കാം. 4 ഓപ്ഷൻ ഉണ്ട്. ഹൗസ് ട്രെസ്പാസ്, ഹൗസ് ബ്രേക്കിംഗ്, ക്രിമിനൽ ട്രെസ്പാസ്, ലൂർക്കിംഗ്, ഹൗസ് ട്രെസ്പാസ്. ഇതിൽ 443
ആണ് ലൂർക്കിംഗ് ഹൗസ് ട്രെസ്പാസ് പറഞ്ഞാൽ. ഹൂവർ കമ്മിറ്റ്സ് ഹൗസ് ട്രെസ്പാസ് ഹാവിംഗ് ടേക്കൺ പ്രിക്കോഷൻസ് ടു കൺസീൽ സച്ച് ഹൗസ് ട്രെസ്പാസ് ഫ്രം സം പേഴ്സൺ ഹു ഹാസ് എ റൈറ്റ് ടു എക്സ്ക്ലൂഡ് ഓർ ഇജക്റ്റ് ദ ട്രെസ്പാസർ ഫ്രം ദ ബിൽഡിംഗ്. അതായത് അതിൻ്റെ ഓണർ, അവർക്ക് റൈറ്റ് ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ പിടിച്ച് പുറത്താക്കാൻ. അവരെ കാണാതെ നുഴഞ്ഞ് അകത്ത് കയറുകയാണ്, ഒളിച്ച് അവരറിയാതെ. ടെൻറ്റ് ഓർ വെസൽ വിച്ച് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ട്രെസ്പാസ് ഈ സെഡ് ടു കമ്മിറ്റ് ലൂർക്കിംഗ് ഹൗസ് ട്രെസ്പാസ്. പറഞ്ഞിരിക്കുന്ന 443 IPCക്കകത്താണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സെക്ഷനാണ്. ഇതിൻ്റെ ആൻസർ എ ആണ്. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ നെസസറി പാർട്ട് ഓഫ് ഫോർജറി അണ്ടർ 463 IPC ബട്ട് അൺനെസസറി പാർട്ട് ഓഫ് മേക്കിംഗ് എ ഫാൾസ് ഡോക്യുമെൻറ്റ് അണ്ടർ സെക്ഷൻ 464 IPC. 4 ഓപ്ഷൻ ഉണ്ട്. മേക്സ് എ ഡോക്യുമെൻറ്റ്സ്, dishonest intention, C. intention of causing it to believe that the document was made by authority of a person but in fact not under the authority of that person, D. intention of cause damage or injury to a person or public. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 463 എന്ന് പറയുന്ന ഫോർജറി ആണ്, 464 എന്ന് പറയുന്ന മേക്കിംഗ് എ ഫാൾസ് ഡോക്യുമെൻറ്റ്. അപ്പം ഈ ഫാൾസ് ഡോക്യുമെൻറ്റ് മേക്ക് ചെയ്താൽ അതിനെയാണ് ഫോർജറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോർജറി എന്ന് നോക്കാം. Whoever makes any false documents or false electronic record or part of document or electronic records. ഒരു ഫാൾസ് ഡോക്യുമെൻറ്റോ ഇലക്ട്രോണിക് റെക്കോർഡോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പാർട്ടോ മേക്ക് ചെയ്താൽ, ഉണ്ടാക്കിയാൽ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് ഡാമേജ് ഓർ ഇഞ്ചുറി. അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഡാമേജോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ ഉണ്ടാക്കാൻ വേണ്ടി. ആർക്ക്? ടു ദ പബ്ലിക് ഓർ ടു എനി പേഴ്സൺ. ഒന്നുകിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക്. ഓർ സപ്പോർട്ട് എനി ക്ലെയിം ഓർ ടൈറ്റിൽ, ഒരു ക്ലെയിമോ ടൈറ്റിലോ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട്. ഓർ കോസ് എനി പേഴ്സൺ ടു പാർട്ട് വിത്ത് പ്രോപ്പർട്ടി ഓർ ടു എൻ്റർ ഇൻ ടു എനി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓർ വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് ഫ്രോഡ് ഓർ ദാറ്റ് ഫ്രോഡ് മേ ബി കമ്മിറ്റ്സ് ഫോർജറി. ഇങ്ങനെ ഒരു ഫാൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രോഡായിട്ട് വേണ്ടിയിട്ടോ, ഫ്രോഡിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ, ഒരു കള്ള കോൺട്രാക്റ്റ് നമുക്ക് ഉണ്ടാക്കണം നമ്മളവരും തമ്മിൽ. അങ്ങനെയൊക്കെ ഉള്ള ഫാൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിനാണ് ഫോർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ABCD എല്ലാം ഉണ്ട്. അടുത്തത് 464 പറഞ്ഞാൽ മേക്കിംഗ് എ ഫാൾസ് ഡോക്യുമെൻറ്റ്. എ പേഴ്സൺ ഈസ് സെഡ് ടു മേക്ക് എ ഫാൾസ് ഡോക്യുമെൻറ്റ് ഓർ ഫാൾസ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അപ്പോൾ എന്തൊക്കെ വേണം അങ്ങനെ ഉണ്ടാക്കണം? ഒന്ന് ഡിസോണസ്റ്റ്ലി ഓർ ഫ്രോഡുലൻ്റ്ലി. എ മേക്സ്, സൈൻസ്, സീൽസ് ഓർ എക്സിക്യൂട്ട് എ ഡോക്യുമെൻറ്റ്സ് ഓർ പാർട്ട് ഓഫ് എ ഡോക്യുമെൻറ്റ്സ്. അതിൽ മേക്സ് ഉണ്ടാക്കുക, സൈൻ ചെയ്യുക, സീൽ ചെയ്യുക ഒക്കെ ചെയ്യുക. 2 മേക്സ് ഓർ ട്രാൻസ്മിറ്റ്സ് എനി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഓർ പാർട്ട് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. C. affixes any electronic signature or on any electronic records. കള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇലക്ട്രോണിക് റെക്കോർഡിലോട്ട് അഫിക്സ് ചെയ്യുക. D. makes any mark denoting the execution of a document or authenticity of the electronic signature with the intention of causing it to believe that such a document or part of document, electronic record or electronic signature was made, signed, sealed, executed, transmitted or affixed by or by authority of a person by whom or by whose authority he knows that it was not made, signed, sealed, executed or affixed. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ who without lawful authority dishonestly or fraudulently by cancellation or otherwise alters a documents or electronic records in any material part thereof, alter it has been made, executed or affixed with electronic signature either by himself or by any other person whether such a person be living or dead at the time of such alteration. ഇത് രണ്ടാമത്തെ ഭാഗം പറയുന്ന ആൾട്രേഷനെ കുറിച്ചാണ്. നമ്മൾ ഡോക്യുമെൻറ്റിൽ ഉണ്ടാക്കുന്ന ആൾട്രേഷനുകൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ ആൾട്ടർ ചെയ്ത് മാറ്റും. അടുത്ത തേർഡ്ലി പറയാം who dishonestly or fraudulently causes any person to sign, seal, execute or alter a document or an electronic records or to affix his electronic signature on any electronic record knowing that such a person by reason of unsound mind or intoxication cannot, or that by reason of deception practiced upon him he does not know the contents of documents or electronic record, the nature of the alteration. ഇതിൻ്റെ അകത്ത് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അൺസൗണ്ട് മൈൻഡ്
പേഴ്സണോ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന അയാൾ ആ ഒരു നേച്ചർ അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അദ്ദേഹം അറിയാതെ നമ്മൾ ചെയ്താലോ ഈ പറയുന്ന മൂന്നാമത്തെ ഭാഗം അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യത്തിലും പറയുന്നത്. ഒന്ന് ഫോർജറിയും ഒന്ന് മേക്കിംഗ് ഓഫ്, രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം ഫോർജറിയിൽ വരുന്ന കാര്യമാണ് മേക്കിംഗ് എ ഫാൾസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വ്യക്തമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി ആണ്, ഇൻറ്റൻഷൻ ടു കോസ് ഡാമേജ് ഓർ ഇഞ്ചുറി ടു എ പേഴ്സൺ ഓർ പബ്ലിക്.